ഹലോ ഹായ് അസ്സലാമു അലൈക്കും. സുഖമല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? അപ്പം ചിലർ വിചാരിക്കും കച്ചവടമൊക്കെ എങ്ങനെ പോകണം മോളേന്ന്. കച്ചവടമൊക്കെ അൽഹംദുലില്ലാ സുഖമായി പോണ്, സന്തോഷമായിട്ട് പോണ്. അൽഹംദുലില്ലാ. എങ്കിലും പരാതിയും പരിഭവമൊന്നുമില്ല. അൽഹംദുലില്ലാ, ഒരുപാട് ധൈര്യം, ഒരുപാട് ശക്തി എനിക്കുള്ളത് കൊണ്ടല്ലേ, ഒരുപാട് പരീക്ഷണങ്ങൾ പടച്ചവൻ വെച്ച്. കാര്യം എനിക്ക് അത്രയും ധൈര്യം ഉള്ളത് കൊണ്ടാണ്. അൽഹംദുലില്ലാ, മുന്നോട്ട് പോവുകയാണ്. തവക്കൽത്തു അലല്ലാഹ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് അയമോദകം കണ്ട, അയമോദകമാണേ, കണ്ടിട്ടില്ലാത്തവർ കണ്ടോ. ഇത് നമ്മുടെ പച്ചമരുന്ന് കടയിലാണ് കൂടുതൽ കിട്ടുന്നത് കേട്ടോ. പച്ചമരുന്ന് കടയിൽ അയമോദകം നമുക്ക് എന്തിനാണെന്ന് ചിലർക്കൊരു ഡൗട്ടുണ്ട്. അയമോദകം എന്തിനാണെന്നുള്ള ഡൗട്ടുണ്ട്. അയമോദകം സ്ത്രീകൾക്ക് ഏറ്റവും നല്ലതാണ്. അതൊരു മെഡിസിനാണ്. പക്ഷെ കഴിവതും ഒരു 35 വയസ്സിന് ശേഷം അത് ഉപയോഗിക്കാം. അതിൻ്റെ ഏറ്റവും നല്ല വശവും ചീത്തവശമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അയമോദകത്തിൻ്റെ നല്ല വശവും ചീത്തവശവും ഞാൻ പറയാം. അയമോദകം പിന്നെ മുളക് ബജിയിൽ ഒക്കെ ഇടുന്നുണ്ട് ചില നാട്ടുകാർ. അപ്പം അയമോദകം മുളക് ബജിയിലൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. അതൊരു വിവരക്കേടൊക്കെ അല്ലേ. പക്ഷെ അയമോദകം ചെറിയ കുട്ടികൾ കുടിക്കരുത്. നമ്മുടെ യൂട്രസ് ചുരുങ്ങിപ്പോവും. അയമോദകത്തിൻ്റെ ദോഷമാണ് ഞാൻ പറയുന്നത്. യൂട്രസ് ചുരുങ്ങിപ്പോവും. അത് 18 വയസ്സ് 20 വയസ്സ് അങ്ങനെയൊക്കെ, 25 വയസ്സ് പോട്ടെ, 45 വയസ്സ് 40 വയസ്സ് നമ്മുടെ യൂട്രസ് ചുരുങ്ങിപ്പോവും കൂടിയാൽ. പക്ഷെ അത് നമുക്ക് നല്ലതാണ്, ഹെൽത്തിയാണ്. എപ്പോഴാണെന്നറിയാവാ, ചില സ്ത്രീകൾ 3 മാസം 4 മാസം 6 മാസം 8 മാസം കൂടുമ്പോൾ മെൻസസ് ആവുന്നവരുണ്ട്. അവർ മെൻസസ് ആകാൻ വേണ്ടിയിട്ട് 2 ആഴ്ച